നശിപ്പിക്കടി, എല്ലാം അങ്ങ് നശിപ്പിക്കേ. ഒരു കാര്യം ശ്രദ്ധയില്ലാത്തത്. ഞാൻ തുടച്ചാ തീരാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ആണല്ലോ എല്ലാം ചെയ്യുന്നേ. ഓ തുടങ്ങിയല്ലേ, നാക്കിന് നീളമൊക്കെ വെച്ച് തുടങ്ങിയ. നീ ഇവിടെ എന്തിനാണ് ചെയ്യുന്നത്? നീ വന്ന് കയറി അന്നോട്ട് തുടങ്ങിയല്ലേ ഈ പ്രശ്നങ്ങളെ. എനിക്കൊരു മൂത്ത മോനുണ്ട്, അവൻ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് 5 വർഷമായി. ഇന്ന് വരെ ഒരു പ്രശ്നം ഈ വിന്നതില്ല. രാവിലെ തുടങ്ങിയ രണ്ടും കൂടെ ഒന്നുമില്ല. അമ്മയ്ക്ക് ഇത്രയും പ്രായമില്ലേ, അമ്മയ്ക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? ഓ തലേണ മന്ത്രത്തിൽ ശക്തി. നീ തിരിച്ച് മറുപടി പറയാനും തുടങ്ങിയടാ. എടാ സോറി. എടി നീ തെറ്റുകാരില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ വീട്ടിൽ ഇതിനും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടത്തി വന്നപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും അമ്മ ഉണ്ടാക്കിയിട്ടുമില്ല. ഇതിപ്പോൾ എന്താ കാര്യമൊന്നും എനിക്കറിയാൻ വയ്യ. അമ്മയും ചേട്ടത്തി ഒരു സൈഡിലും നീ ഇപ്പുറത്തും. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരുടെയും തെറ്റൊന്നുമല്ല. ആക്ച്വലി ആദ്യം നിങ്ങൾ 2 ആൺപിള്ളേരായിരുന്നു ഈ വീട്ടിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മ ഒരു പെങ്കൊച്ചിനെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. മൂത്ത മരുമോള് വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു വീട്ടിൽ വരുന്ന പെൺകുട്ടിയാണ്. അതിന് അത്രയും പ്രയോറിറ്റി സ്നേഹമൊക്കെ കൊടുത്ത് തന്നെയാണ് ആ മരുമോളെ അമ്മ നോക്കിയത്. പക്ഷെ ഞാൻ രണ്ടാമത് വന്നപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളുമായിട്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇവർക്കും പറ്റുന്നില്ല. ഇതാരുടെയും പ്രശ്നമൊന്നുമില്ല. നിൻ്റെ വീട്ടിൽ 2 ആൺപിള്ളേരായിരുന്നല്ലോ, അമ്മ ഒരു പെൺകുട്ടിയെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ആ സമയത്താണ് മൂത്ത ചേട്ടത്തി വന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ ആഗ്രഹങ്ങളും ആ ചേച്ചിയുടെ ചിട്ടവട്ടങ്ങളും രീതികളും എല്ലാവരും പെട്ടെന്ന് അക്സെപ്റ്റായി ഒരുപാട് സ്നേഹവും പ്രയോറിറ്റിയും കൊടുത്ത്. പക്ഷെ രണ്ടാമതൊരു പെൺകൊച്ച് വരുമ്പോഴാണ് ഈ മൂത്ത കുട്ടിയുടെ ഇഷ്ടവും പ്രയോറിറ്റിയും ഒക്കെ കുറഞ്ഞു തുടങ്ങുന്നത്. അത് ചേച്ചിക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ചേച്ചിയും അമ്മയും കുറേ നാളുകൊണ്ട് ഒരുമിച്ചുള്ളത് കൊണ്ട് ഇവർ തമ്മിലൊരു ബോണ്ട് ആദ്യമേ ഉണ്ട്. ഞാൻ അതിൽ കയറി വന്നപ്പം ഇവർക്ക് എന്തോ ഒരു ഇഷ്ടക്കേടും. അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം രണ്ടാമത് വരുന്ന മരുമോളുടെ വ്യർത്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ വരും.